ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷനൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക. നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ഉത്തരം എഴുതുക. നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. എത്ര ശരി എത്ര തെറ്റെന്ന് നോക്കിയിട്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മളിത് പഠിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഓക്കെ, നമ്മൾ കമ്പൽസറി ക്ലാസ്സുകളിലൊക്കെ ഇത് വന്നിട്ടുള്ള ഒരു ഭാഗമാണത്. ഓക്കെ, ഉത്തരം കിട്ടിയതെന്ന് കമന്റ് ചെയ്തേ. പിള്ളേരെ ആൻസർ ഡി US ആണ് കേട്ടാ. ഡി US ആണ് ആൻസർ വരുന്നത് കേട്ടാ. ഓക്കെ, അത് 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം US ആണ് കേട്ടാ. നല്ലൊരു കറണ്ട് അഫയേഴ്സ് ആണ്, അത് പഠിച്ചിരിക്കുക. ഓക്കെ, നല്ലൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, അത് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ. 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് കണ്ടല്ലോ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്ക് ഉത്തരം കമന്റ് ചെയ്തോളൂ. ഏതാ വരുന്നത്? പിള്ളേരെ ഓപ്ഷൻ സി തൃശ്ശൂരാണ് അല്ലേ? ഓപ്ഷൻ സി തൃശ്ശൂരാണ് ആൻസർ വരുന്നത്. തൃശ്ശൂരാണ് കേട്ടോ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇത് ചോദ്യം വരാം, നല്ലൊരു ചോദ്യമാണ്. സുവോളജിക്കൽ പാർക്ക് നല്ലൊരു ചോദ്യമാണ്, നമുക്ക് ചോദ്യം വരാം. LDC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ LGS പരീക്ഷയ്ക്ക് LPUP ഏതിലെങ്കിലൊക്കെ ചോദ്യം വരാൻ പറ്റിയൊരു സാധനമാണിത്. ഓക്കെ, അടുത്ത ചോദ്യവും നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം നോക്കാം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ മലയാളി താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ആദ്യം നിങ്ങളുടെ ബുക്കിലോ OMR ഷീറ്റിലോ എവിടെയെങ്കിലും ചെയ്യുക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും സമയം മതി. കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഓപ്ഷൻ ഡി മിന്നു മണിയാണ്. ഓപ്ഷൻ ഡി മിന്നു മണിയാണ് ആൻസർ. മിന്നു മണിയാണ് ആൻസർ. മിന്നു മണി ഏത് ജില്ലയെന്ന് അറിയോ? മിന്നു മണി ഏത് ജില്ലയാ? മിന്നു മണി വയനാട് ജില്ലയാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും പറയുന്നില്ല, നമുക്ക് വർക്ക്ഔട്ട്, നമുക്കൊരു മോക്ക് ടെസ്റ്റ് അത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ശരി. അടുത്തത് നാലാം ചോദ്യം. 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. ബുക്കർ സമ്മാനം. ഓക്കെ, ചോദ്യം മനസ്സിലായി. ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഉത്തരം നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞൊരു തമ്പ് കൊടുക്കേ. ഒരു തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി കമന്റ് ചെയ്തോളൂ. പിള്ളേർ ഓപ്ഷൻ ബി പോൾ ലിഞ്ച് ആണ് ആൻസർ. ഓപ്ഷൻ ബി പോൾ ലിഞ്ച് ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2023 ബുക്കർ സമ്മാനം ലഭിച്ച ഓപ്ഷൻ ബി പോൾ ലിഞ്ച് ആണ്. പോൾ ലിഞ്ച് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ആണ് ചോദ്യം. നിങ്ങളുടെ ബുക്കിലേക്ക് ആദ്യം ആൻസർ എഴുതുക. ഒരുപാട് ടെക്സ്റ്റ്, ഒരുപാട് പരീക്ഷ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, ശരി, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി പ്രളയാണ് ആൻസർ. പ്രളയാണ് ആൻസർ ആണ്. പ്രളയ്. ഓക്കെ, പ്രളയ്. അടുത്ത ചോദ്യം. പ്രളയാണ് ആൻസർ. അത് പഠിച്ചോണേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എല്ലാവരും കമന്റ് ഇടും, വളരെ കുറച്ച് ആൾക്കാരെ കമന്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ട് കമന്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെക്ക്. സാധാരണ എല്ലാവരും പറഞ്ഞത് കമന്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇപ്പൊ സമയം തരയാണ് എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം അറിയാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ടൈപ്പ് ചെയ്ത് വെക്കുക കേട്ടാ. ശരി. അടുത്ത ആറാം ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത രാജ്യാന്തര വിമാനത്താവളം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ നോക്കാം. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂരൊക്കെ ഉണ്ട്. ഓക്കെ, അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എവിടെയാ കമ്മീഷൻ ചെയ്തേ? കമന്റ് ചെയ്തേ. പിള്ളേരെ കൊച്ചി സിയാലിലാണ് കേട്ടോ. സിയാലിലാണ് കേട്ടോ. കൊച്ചിയിലാണ് എന്ത് ചെയ്തത്, കമ്മീഷൻ ചെയ്തത് കേട്ടോ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിലാണ് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2022 നവംബറിൽ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ചോദ്യം. ഓക്കെ, PSLV ഓരോന്ന്, അതായത് നമ്മൾ 50 ശേഷമുള്ള PSLV ദൗത്യങ്ങൾ നമ്മൾ ഓരോന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും കേട്ടാ. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവർ 50 മുതലുള്ള നോട്ട് ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ ചോദിക്കും കേട്ടോ. 50 അത് നമുക്ക് ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പഠിക്കണം. 50 ശേഷമുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. നല്ലതാണ് കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കാണല്ലോ. ഇത് പ്രീവിയസ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട് ഇത്. പിള്ളേർ ഓപ്ഷൻ ബി EOS 06 ആണ് കേട്ടോ. EOS 06 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. എല്ലാവരും കമന്റ് ചെയ്യും കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ശരി. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിക്സ് ഉച്ചകോടി 2023 വേദി. ഓക്കെ, ബ്രിക്സ് ഉച്ചകോടി
2023 വേദി. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ കമന്റ് ചെയ്തേ? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ്. തെറ്റിപ്പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി 2023 വേദി ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, ശരി. അപ്പൊ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് GK ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സയൻസ് ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ചെയ്യുക. ഞാൻ പറയുമ്പോൾ മാത്രം കമന്റ് ചെയ്യുക കേട്ടോ. 9ാം ചോദ്യം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 14 അല്ലെ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 14. ഓക്കെ, അടുത്ത 10ാം ചോദ്യം, നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ കുട്ടികളെ. ഞാൻ പറഞ്ഞു അല്ലെ, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പോവുകഴിച്ച്. ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. എല്ലാം ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ. ഓക്കെ, ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഏതാ? ഓപ്ഷൻ സി 300A ആണ് കേട്ടോ. 300A ആണ്. 300A. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത, ഈ ശുപാർശ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടാ. ശുപാർശ അല്ല, ശുപാർശ എന്നാണ് പറയുന്നത്. ശുപാർശ എന്നാണ് പറയുന്നത്. ശുപാർശ അല്ല, ശുപാർശ കേട്ടാ. ശുപാർശ നൽകിയ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, എഴുതിയിട്ട് നിങ്ങൾ തമ്പിട്ടാ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാൻ പറയാം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്ത ആൻസർ ഏതാ? വളരെ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ക്ലെമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. ക്ലെമന്റ് ആറ്റ്ലി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലെമന്റ് ആറ്റ്ലി ആണ്. ഓക്കെ, ബാക്കി 3 പേര് എന്താണ് കുട്ടികളെ? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു എന്ത് ചെയ്തത്? അവരെ അയച്ചത് അല്ലേ? ഓക്കെ, അടുത്ത 12ാം ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യണം. ആരായിരുന്നു ചെയർമാൻ? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ചോദിക്കുന്നതാ. ചെയർമാൻ പെദ്വിക് ലോറൻസ് ആയിരുന്നു അല്ലേ? ചെയർമാൻ പെദ്വിക് ലോറൻസ് ആയിരുന്നു. ഓക്കെ, ശരി, പഠിച്ചിരിക്കുക. അടുത്ത 12ാം ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി JB കൃപലാനിയാണ് കേട്ടോ. JB കൃപലാനിയാണ് കേട്ടോ. പലരുടെയും മനസ്സിൽ സച്ചിദാനന്ദ സിൻഹയൊക്കെ വന്നു കാണും. അല്ല, JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത് കേട്ടോ. അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. തെറ്റിക്കരുതേ പിള്ളേരെ. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യവും ഈസി ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിലെ ഏത് അസ്ഥിയുടെ പേരാണ് പാറ്റല്ല? ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാ? ഓപ്ഷൻ സി കാൽമുട്ട്. കാൽമുട്ടിന്റെ പേരാണ് പാറ്റല്ല അല്ലേ? കാൽമുട്ടിന്റെ പേരാണ് പാറ്റല്ല. ഓക്കെ, ശരി. നമ്മൾ കണക്ഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. മുട്ട് പറ്റൂല എന്ന് നമ്മൾ പറയും അല്ലേ? അമ്മമാരും അപ്പന്മാരും പറയും മുട്ട് പറ്റൂല. ഇപ്പൊ ഞാനും പറയുന്നുണ്ട് എന്റെ മുട്ട് പറ്റൂല. എന്റെ ഒരു മുട്ടിന്റെ ലിഗമെന്റ് പ്രശ്നമായതുകൊണ്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മുട്ട് പറ്റൂല എന്ന്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, ഇനി എല്ലാവരും കമന്റ് ചെയ്യണേ. നിങ്ങൾ എന്താ ഇത്? ഇത്രയ്ക്ക് ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? റിച്ചാർഡൊക്കെ റിച്ചാർഡ് എവിടെ പോട്ടെ? റിച്ചാർഡിന്റെ ഒരു കമന്റ് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഉണ്ടോ റിച്ചാർഡ്? ഹലോ, റിച്ചാർഡ് ഉണ്ട്. റിച്ചാർഡ് വേറെ ആളാ. ഓക്കെ, ഏജന്റാണ്. ഏജന്റ് നിങ്ങളെ ഈ യൂട്യൂബ് ലിങ്ക് ഇടുന്ന ആൾക്കാരെ പൊക്കാനുള്ള ഏജന്റ് ആണ്. ഇന്ന് കിട്ടി നമുക്ക്. കിട്ടിയായിരുന്നു. ഇന്ന് കിട്ടിയ ആളോട് സംസാരിച്ച് അത് കുഞ്ഞിന് അത് ഇന്ന് നമ്മൾ സംസാരിച്ചു. ആളോട് സംസാരിച്ച് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇത് ഓരോ ദിവസം ഓരോരുത്തർക്ക് പറ്റുന്ന അബദ്ധമാണ് കേട്ടാ. അത് തന്നെ, കുട്ടികൾ കളിക്കുന്നതാണ്. നമ്മൾ റിച്ചാർഡിന് ഇറക്കിയിട്ടുണ്ട്. റിച്ചാർഡിന് ഇറക്കിയിട്ട് നമ്മൾ പൊക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ക്ലാസ്സുകളിൽ റിച്ചാർഡ് ഉണ്ടാവും. ഓക്കെ, ആരാണ് ഇടുന്നതെന്നൊക്കെ പൊക്കാനുള്ളത്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആരാണെന്ന്. മാനേജർ അല്ല, മാനേജറിന്റെ ഒരാളാ. ഓക്കെ, ശരി. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചോ.
ഇന്നത്തെ ആളോട് സംസാരിച്ചപ്പോൾ ആൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. ഇനി വീണ്ടും വീണ്ടും ഉണ്ടാവുമെങ്കിലാണ് പ്രശ്നം. ശരി, അടുത്ത് 14 ക്വസ്റ്റ്യൻ. ഇത്തിരി ഒരു വലിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത്ര നേരം ചെയ്തില്ല ഈ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ. ഇത്തിരി ഒരു വലിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിടിച്ചോ. സുഷുമ്നയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായവ ഏവെന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വായിച്ചു തരാം. മെഡില്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുഷുമ്നയുടെ ബാഹ്യഭാഗമാണ് ഗ്രേ മാറ്റർ. സുഷുമ്നയുടെ ആന്തരഭാഗമാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, ഇതില് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെയൊക്കെ ഒന്ന് ഓപ്ഷൻ വായിച്ചിട്ട് ഓക്കെ നിങ്ങളുടെ ഓയമാൽ ആദ്യം കറുപ്പിക്കുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതുകയും ചെയ്യും. ശരി, കമന്റ് ചെയ്തോളൂ. പിള്ളേരെ സി ആണ് അല്ലേ? ഓക്കെ, അത് തിരിച്ചാ വന്നിരിക്കുന്നത് അല്ലേ? സുഷുമ്നയുടെ ആന്തരഭാഗമാണ് ഗ്രേ മാറ്റർ, ബാഹ്യഭാഗമാണ് ഏത്? ബാഹ്യഭാഗം വൈറ്റ് മാറ്റർ ആണ്. അതുകൊണ്ട് തിരിഞ്ഞാ വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവനകള് 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, കമന്റ് ഒക്കെ കുറച്ചുപേരെ ചെയ്യുന്നുള്ളൂ കേട്ടോ. 15ാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരെന്നാണ്? ഓക്കെ, ശരി, കമന്റ് ചെയ്തോ. ഓപ്ഷൻ ബി തിയോഡർ ഷാൻ ആണ് അല്ലേ? തിയോഡർ ഷാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജന്തുക്കളെ നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ജന്തുക്കളെ നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പം ജന്തു ശരീരം തിയോഡർ ഷാൻ ആണ്. തിയോഡർ ഷാൻ. ഓക്കെ 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 ശരി, അടുത്ത താഴെ പറയുന്നവയിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമെന്നാണ് ചോദ്യം. ഓക്കെ, അതൊരു ചോദ്യമാണ്. താഴെ പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമെന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. വളരെ ഓപ്ഷൻ എ റൈബോസോം ആണ് ആൻസർ. ഓക്കെ, റൈബോസോം ആണ് ആൻസർ. ഓപ്ഷൻ എ റൈബോസോം ആണ്. ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ഓക്കെ, ശരി. അടുത്ത 17ാമത്തത് ഈസി ക്വസ്റ്റ്യൻ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ചോദ്യം. ഓക്കെ, എഴുതി കാണുമല്ലോ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി വെല്ലസ്ലി പ്രഭു ആണ്. ഓക്കെ, അതിലെ കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മള് പാലിനെ സഹായിക്കുമ്പോൾ നമ്മൾ വെൽഡൺ എന്ന് പറയത്തില്ലേ? ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ വെൽഡൺ മൈ ബോയ് എന്നൊക്കെ പറയത്തില്ലേ? വെൽഡൺ മൈ ബോയ്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി. വെൽഡൺ വെച്ച് ഓർത്തിരുന്നാ മതി. ഡൗട്ട് ഉള്ളവർ വെൽഡൺ വെച്ച് ഓർത്തിരുന്നാ കേട്ടോ. വെൽഡൺ. ഓക്കെ, എന്തിനും ഏതിനും കണക്ഷൻ ഉണ്ടാക്കി പഠിച്ചാൽ വളരെ എളുപ്പമുണ്ടാ. നമുക്ക് കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. കോഡിനേക്കാളും കണക്ഷൻ ആണ് നല്ലത്. കോഡ് നമ്മൾ അവസാനം കുറെ കോഡ് നമ്മൾ പഠിച്ചു വയ്ക്കുക. അവസാനം കോഡ് ഏതാണോ, ചോദ്യം ഏതാണോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കോഡിനേക്കാളും നല്ലത് കണക്ഷൻ. മനസ്സിലായ? കോഡ് നമുക്ക് ഓർമ്മ കാണും. കോഡൊക്കെ ഓർമ്മ കാണും. പിന്നെ അതിന്റെ കോഡ് ഏത്, ഇതിന്റെ കോഡ് ഏതെന്നൊക്കെ ഡൗട്ട് വരും. ഇപ്പൊ നമ്മൾ സൈനിക സഹായ വ്യവസ്ഥ, അപ്പൊ നമ്മൾ ഞാനിലേക്കും ഇതിനെന്തൊരു കണക്ഷൻ? വെൽഡൺ. അപ്പൊ നമുക്ക് കിട്ടും വെല്ലസ്ലി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത് 18ാമത്. നിങ്ങൾ ഈ ശരിയും തെറ്റൊക്കെ എഴുതി പോവേണ്ടേ? ലാസ്റ്റ് മാർക്ക് കൂട്ടേണ്ടതാണ്. ശരി തെറ്റൊക്കെ എഴുതി പോവേണ്ടേ? ഓക്കെ, നിങ്ങളെ കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരമാണ് ചോദ്യം. ഓക്കെ, അയ്യോ, ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരമാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക. നികുതി നിഷേധ സമരമാണ് ചോദ്യം. കിട്ടിക്കാണുമല്ലോ? കമന്റ് ചെയ്തേ. ഓക്കെ, ഏതാ പിള്ളേരെ? കേദാ സമരമാണ് അല്ലെ? കേദാ സമരമാണ് നികുതി നിഷേധ സമരമായിട്ട് വന്നിരിക്കുന്നത്. കേദാ സമരമാണ്. ഓക്കെ, അടുത്ത് 19ാമത് ചോദ്യം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാബായി ആരംഭിച്ച സംഘടന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷനൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ ചെയ്യും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, കിട്ടിക്കാണും എല്ലാവർക്കും. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ശാരദാ സദനാണ് ആൻസർ. ഇടുന്നത് അല്ലേ? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത 20ാമത് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി നീന മൈക്കോൺ ആണേ. ഓക്കെ, നിങ്ങൾ ആരുടെ ഇംഗ്ലീഷ് സാറിന്റെ മുത്തേന്ന് വിളിച്ചത്? പുള്ളിക്കാരൻ ഒരു
മ്യൂട്ട് എന്ന് പറഞ്ഞതാണ്. പാവം സാറ് പറഞ്ഞു എന്നത് ആരാ മുത്തേന്ന് വിളിക്കണമെന്ന്. സാറ് പേടിച്ചു പോയാ? ഓക്കെ. സാറ് കണക്ഷന്റെ ആളാണ്. കണക്ഷന്റെയും കുറെ കോഡിന്റെ ഒക്കെ ആളാണ് ഇംഗ്ലീഷ്. പരീക്ഷയ്ക്കുമ്പോ ഫുൾ എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം അത് പറയാന്ന് പറഞ്ഞു. എനിക്കിപ്പോ ലാസ്റ്റ് 1 മാസം ഉള്ളപ്പോ പറയാന്ന് പറഞ്ഞു. എത്ര ക്ലാസ് വേണം അതനുസരിച്ച് ക്ലാസ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് സാധനം ക്ലാസ് യൂസ് ചെയ്യുക കേട്ടാ. ഓക്കെ, ശരി. അപ്പൊ ഇന്ത്യൻ ദേശീയതര പ്രവാചകൻ കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത് CD-യിലെ വർണ്ണരാജിക്ക് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ചോദ്യം. നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ ചെയ്യുക. CD-യിലെ വർണ്ണരാജിക്ക് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ എ വിഭങ്കനം. അതിന് ഇംഗ്ലീഷ് എന്താണെന്നറിയോ? വിഭങ്കനത്തിന് ഇംഗ്ലീഷ് എന്താണെന്നറിയോ? ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. ഡിഫ്രാക്ഷൻ. വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. ഡിഫ്രാക്ഷൻ. SCRT മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വിഭങ്കനം ഒന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് SCRT. ഓക്കെ. അടുത്ത 22ാം ചോദ്യം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യത്തിലാണെന്ന് കണ്ടെത്തിയതാണെന്നാണ് ചോദ്യം. ഐസക് ന്യൂട്ടൺ, ക്രിസ്റ്റ്യൻ ഹൈജൻസ്, റോമർ, ലിയോൺ ഫുക്കാട്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, കിട്ടിക്കാണും. കിട്ടിയും കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി ലിയോൺ ഫുക്കാട്ട് ആണല്ലേ. ലിയോൺ ഫുക്കാട്ട് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യത്തിലാണെന്ന് കണ്ടെത്തി. ലിയോൺ ഫുക്കാട്ട് ആണല്ലേ. ലിയോൺ ഫുക്കാട്ട്. ഓക്കെ, കൊള്ളാം. അടുത്ത 23 ഈസി ക്വസ്റ്റ്യൻ ആണ്. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ നിറം ഏതാണ് ചോദ്യം. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കൂടിയ നിറം ഏതാണ് ചോദ്യം. കിട്ടിക്കാണും. കമന്റ് ചെയ്തേ. തരംഗദൈർഘ്യം. ഓപ്ഷൻ സി ചുമപ്പാണല്ലേ. ഓപ്ഷൻ സി ചുമപ്പാണ്. ഈ ചുമപ്പെന്നല്ല, നമ്മൾ ചെമപ്പെന്നല്ലേ എന്റെ ശരിയായ എഴുത്ത്? ചെമപ്പെന്നല്ലേ? അതുപോലെ ഉറുമ്പാണ് എറുമ്പാണ്? ഉറുമ്പാണ് എറുമ്പാണ്? ഉറുമ്പ് തന്നെ ശരി. അതുപോലെ പപ്പടമാണോ പർപ്പടകമാണോ? രണ്ടും ശരിയാണ്. പപ്പടമാണ് ശരി. പപ്പടം. ഉറുമ്പിന്റെ എനിക്ക് ഡൗട്ട് ഉണ്ട് ചേട്ടാ. എറുമ്പെന്നാണെന്നാണ് എന്റെ ഡൗട്ട്. ഓക്കെ, മലയാളം സാറിന് ചോദിച്ചു നോക്കാം. ശരി. ഉറുമ്പാണോ ശരി? എറുമ്പെന്ന് പറയത്തില്ലേ? നമുക്ക് നോക്കാം. അതിന്റെ പര്യായമൊക്കെ പറയുന്നു. ഓക്കെ. അടുത്ത ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ ചെയ്യുക. ക്രിസ്മസ് രോഗം. സാഴ്സ്, ഹീമോഫീലിയ. ഓക്കെ, കിട്ടിക്കാണല്ലോ കുട്ടികളെ. ഏതാ? ഓപ്ഷൻ സി ഹീമോഫീലിയ ആൻസർ. ഹീമോഫീലിയ. അടുത്തൊരു ചോദ്യം പ്രീവിയസ് ആണ്. കീഴറിയ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് ആരെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ എഴുതുക. കീഴറിയ ബോംബ് കേസിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാണ് ചോദ്യം. ഓക്കെ, അറിയാലോ. ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴറിയ ബോംബ് കേസ്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. കമന്റ് ചെയ്യാൻ പറഞ്ഞില്ലടാ. ഏതാണ് ആൻസർ? കമന്റ് ചെയ്തോ. ഇനിയിപ്പോ കമന്റ് ചെയ്തോ. പിള്ളേർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ കീഴറിയ ബോംബ് കേസ് ഏത് ജില്ലയിലാണ് നടന്നേ? കോഴിക്കോട് ജില്ലയിലല്ലേ? കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് ജില്ലയിൽ നടന്നത്. ശരി. അടുത്ത 26ാമത്തെ ചോദ്യം. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത് എവിടെ വെച്ചെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതിയിട്ട് ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ.
ഈസി ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി കൊച്ചിയാണ്, ഓപ്ഷൻ ഡി കൊച്ചിയാണ് അല്ലേ? കൊച്ചിയാണ് ആൻസർ വരുന്നത്, കൊച്ചി. ഓക്കെ. അടുത്ത 27ാമത് ഈസി ക്വസ്റ്റ്യൻ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട എന്നാണ് ചോദ്യം. ഓക്കെ. ഓക്കെ, കിട്ടിക്കാണല്ലോ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ചാലിയം കോട്ടയാണ്, ഓപ്ഷൻ ബി ചാലിയം കോട്ട. ഓക്കെ, സാമൂതിരി കണ്ടത്തിലേക്ക് നീട്ടിയ കോട്ട എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. ഓക്കെ. അടുത്ത് 22ാമത് നല്ലൊരു ചോദ്യമാണ്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ വസ്തുതകൾ തെറ്റായത് എടുക്കുക എന്നാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു തരാം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ഇപ്പോൾ നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. കൂടിയാട്ടത്തിന്റെയും പടയണിയുടെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി. ഇതിൽ തെറ്റ് കിട്ടിയവർ കമന്റ് ചെയ്തേ. തെറ്റ് ഏതാണെന്ന് കിട്ടിയവർ കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി ആണ് തെറ്റ്, ഓപ്ഷൻ ഡി ആണ് തെറ്റ്. എന്താണ് തെറ്റെന്ന് കേട്ട് കഴിഞ്ഞാല് എന്തൊക്കെയാ കുട്ടികളെ? കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും ഇത് ഉള്ളത് മാർഗി എന്ന സംഘടന. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂടിയാട്ടവും പടയണിയുമാണ് അല്ലെ? കൂടിയാട്ടവും കഥകളിയുമാണ് ഏത് വരുന്നത്? ഓക്കെ, ശരി. അപ്പൊ അതാണ് തെറ്റ്. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ നമ്മള് PSC ബുള്ളറ്റിൽ കുറെ കിടപ്പുണ്ട്, കലാരൂപങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടാ. അപ്പൊ അതിന്റെ PDF തരാം, കുറേശ്ശെ അത് വായിച്ച് പഠിക്കുക. എല്ലാം കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ അതിൽ നിന്ന് ചോദ്യം എടുത്തിടാറുണ്ട് അവര്. PSCയെ നമുക്ക് ഈ റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാളും നല്ലത് PSC ബുള്ളറ്റിന്റെ ആ പോർഷൻസ് പഠിക്കുന്നതിനേക്കും നല്ലത്. ഓക്കെ, നിങ്ങൾ കണ്ടു കാണും, ഈ കലാരൂപങ്ങളെ കുറിച്ചുള്ള ഒരു പോർഷൻ ഉണ്ട് PSC ബുള്ളറ്റ്. പിന്നെ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ വരുന്ന അതും ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഈ കലാരൂപങ്ങളെ കുറിച്ചുള്ളൊക്കെ നമ്മൾ മറ്റേ കലാസാഹിത്യം സാംസ്കാരികം, അപ്പൊ അതിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങൾ. ഓക്കെ, ശരി. അടുത്ത 21ാം ചോദ്യം. ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ആ പ്രദേശത്തെ ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം. ഓക്കെ, താവട്ടിലേക്ക് പോകേണ്ടത്. ഓപ്ഷൻ എ പ്രഭാത സൂര്യനെ, മധ്യാഹ്ന സൂര്യനെ, സായാഹ്ന സൂര്യനെ, പാതിരാ സൂര്യനെ. ഓക്കെ, ഒന്ന് ആലോചിച്ചൊന്ന് കണ്ടെത്തിയ ഉത്തരം കിട്ടിക്കാണും. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മളിത്, നമ്മൾ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത്. ഓക്കെ, പറഞ്ഞേ ആൻസർ ഏതാ? അവിടെ ഓപ്ഷൻ ബി മധ്യാഹ്ന സൂര്യനെയാണ് കേട്ടോ, മധ്യാഹ്ന സൂര്യനെയാണ് കേട്ടോ. മധ്യാഹ്ന സൂര്യനാണ് ആൻസർ, മധ്യാഹ്ന സൂര്യൻ. ഓക്കെ, ശരി. അടുത്ത 30ാം ചോദ്യം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര എന്നാണ് ചോദ്യം. ഏറ്റവും ഉയരം കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ഈസി ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ചെയ്തോളൂ. വളരെ ഓപ്ഷൻ ബി 2695 മീറ്റർ ആണ്, 2695 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു പ്രസ്താവന ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രസ്താവന വായിച്ചു തരാം, നിങ്ങൾ തെറ്റാകുമ്പോൾ അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെ രേഖാംശം എന്ന് വിളിക്കുന്നു. ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് പറയുന്നു. ഓക്കെ, കിട്ടിക്കാണും. ഏതാണ് ആൻസർ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിലിപ്പോ നമുക്ക് നോക്കാം. ഇതിപ്പോ പല ആൾക്കാർക്കും ഇതിന്റെ ചിലപ്പോൾ ആൻസർ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പ്രസ്താവന തന്നെ ഇപ്പൊ ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത് ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണ്, അത് നമുക്ക് ശരിയാണെന്ന് അറിയാം. അതുപോലെ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വിരുദ്ധമായ ഗോളാകൃതി ജിയോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് തെറ്റായ പ്രസ്താവന ഏതെന്ന് അറിഞ്ഞുകൂടിയിരിക്കും, മനസ്സിലായില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രേഖാംശം അല്ലത് അക്ഷാംശമാണ് അല്ലേ? രേഖാംശം അല്ലത് അക്ഷാംശമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓപ്ഷൻ നന്നായിട്ട് വായിക്കുന്ന സമയത്ത്. ഓക്കെ,
ഈ സുപ്രധാന നിയമങ്ങളും അതുപോലെയാണ്. നമ്മുടെ ഒരു കോമൺ സെൻസ്, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് സുപ്രധാന നിയമങ്ങൾ. ഓക്കെ, അതൊക്കെയാണ് എല്ലാവരും ഭയങ്കര പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഞാനിന്ന് ആ പോക്സോയുടെ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടാ. പോക്സോ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക് കേട്ടാ, ഒരു ഐഡിയ കിട്ടും. ബാക്കി സാർ ക്ലാസ് എടുത്ത് തരും. ഞാൻ സെക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല, അല്ലാതെ കാര്യങ്ങൾ. അടുത്ത 32ാം ചോദ്യം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ എഴുതുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ എന്നാണ് ചോദ്യം. കിട്ടിക്കാണുമല്ലോ. ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ ഡി ആണ്. ആരാ ഓപ്ഷൻ എ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ എ ഒക്കെ ഓപ്ഷൻ ഡി 560 കിലോമീറ്ററാ. മനസ്സിലായി, 560 കിലോമീറ്റർ ആണ് കേട്ടാ. ഓപ്ഷൻ എ 590 എന്താണ്? തീരദേശ ദൈർഘ്യമാണ് 590. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓപ്ഷൻ എയിൽ 590 കിടക്കുമ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോകും. അത് വരാതിരിക്കാനാണ് ഇങ്ങനത്തെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ, മിസ്റ്റേക്ക് വരുത്തരുതേ. അടുത്ത ഇംഗ്ലീഷ് ആണ്. വി ഡാഷ് ഹറി അപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. വി ഡാഷ് ഹറി അപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തോളൂ, ഏതാണ് ആൻസർ? പിള്ളേർ ഓപ്ഷൻ ബി, വി മസ്റ്റ് ഹറി അപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. ഓക്കെ, അടുത്ത 34ാം ചോദ്യം. ഐ ഡാഷ് കോൾ യു ടു നൈറ്റ്. വില്ല്, വുഡ്, ഷുഡ്, യൂസ് ടു. ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതൊരു പിള്ളേരെ? ഓപ്ഷൻ എ, ഐ വിൽ കോൾ യു ടു നൈറ്റ്. ഐ വിൽ കോൾ യു ടു നൈറ്റ് അല്ലേ? ഐ വിൽ കോൾ യു ടു നൈറ്റ്. ഇതുപോലെ എത്ര മെസ്സേജ് നമ്മൾ അയച്ചിട്ടുണ്ടല്ലേ? അയച്ചിട്ടില്ലേ? വിഷ്ണുവിന്റെ ഒക്കെ ചിരി നോക്കിയാണ്. വിഷ്ണു ഇഷ്ടംപോലെ ഡൗട്ടൊക്കെ ചോദിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. അത് ഏതോ ഇംഗ്ലീഷിനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എവിടെയോ. നമ്മളെ ഇവിടുത്തെ ഓഫ്ലൈനിലെ കുറച്ച് പയ്യന്മാർക്കുണ്ട്. അവന്മാർക്ക് ഫുള്ള് കണക്ഷനും ഇവിടെ ഫ്രാൻസ്, ഇറ്റലി, അവിടെയൊക്കെയാണ് ഫുള്ള് കണക്ഷനും. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഉണ്ട്. ആളെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഉണ്ടാടേ അവിടെ ആ ആള് ഇവിടെ ഉണ്ടാടേ. ഉണ്ട്. തോന്നി. ഓക്കെ, അതാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തുള്ള ചേട്ടനെയും തൊട്ടപ്പുറത്തുള്ള പെങ്കൊച്ചിനെയൊക്കെ മാനേജ് ഇവിടെ സെറ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മളെ പയ്യന്മാരെ കണ്ട അവന്മാര് അങ്ങ് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ്. സുബിനൊന്നും അല്ല. ഓക്കെ, ശരി. സുബിൻ സിഗ്മയാണ്, അവന് പെണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി, അടുത്ത ദിവസം നോക്കാം. അയ്യോടെ. ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ ഡാഷ് റൺ 4 മൈൽസ് അറ്റ് എ സ്ട്രെച്ച്. In my younger days, I dashed run 4 miles at a stretch. Okay, അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കമന്റ് ചെയ്ത് ഏത് ആൻസർ? അവിടെ ഓപ്ഷൻ എ കുഡ് വരും. കഴിയുമായിരുന്നു, മനസ്സിലായില്ലേ? കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ക്യാണെന്ന് വെച്ചാൽ കഴിയും, കുഡ് എന്ന് വെച്ചാൽ കഴിയുമായിരുന്നു. ഓക്കെ, അതാണ്. അപ്പൊ ഐ കുഡ് ആണ് കേട്ടോ. അപ്പൊ വാസ്റ്റ് വരുന്ന സമയത്ത് ഐ കുഡ്. ഓക്കെ, ഐ കുഡ് ആണ് കേട്ടോ. ഐ കുഡ് ആണ് ആൻസർ. ശരി, അടുത്ത 36ാം ചോദ്യം. We dash take some rest. We are already tired. Okay, easy question ആണ്. കമന്റ് ചെയ്തേ. പിള്ളേരെ അവിടെയും മസ്റ്റ് ആണ്. ഓപ്ഷൻ ബി മസ്റ്റ് വരും. ഓക്കെ, വി മസ്റ്റ് ടേക്ക് സം റെസ്റ്റ്, വി ആർ ഓൾറെഡി ടയർഡ് എന്നാണ് വരുന്നത് കേട്ടോ. അവിടെ മസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ശരി. ഇനി 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. താഴെ പറയുന്നവയിൽ സാമാന്യ ലിംഗം തിരഞ്ഞെടുക്കുക. സാമാന്യ ലിംഗം. താഴെ പറയുന്നതിൽ സാമാന്യ ലിംഗം തിരഞ്ഞെടുക്കുക. ഓക്കെ, കിട്ടിക്കാണുമല്ലോ സാമാന്യ ലിംഗം. ഏതാണ്? ഓപ്ഷൻ സി, വേലക്കാരാണ് അല്ലെ? വേലക്കാർ. ഇപ്പൊ വേടൻ എന്ന് പറഞ്ഞാല് പുല്ലിംഗമാണ്. തമ്പുരാട്ടി സ്ത്രീലിംഗമാണ്. തള്ള എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? തള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീലിംഗമാണ് അല്ലേ?
തള്ള തന്ത എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത 32 ചോദ്യം, ഈസി ക്വസ്റ്റ്യൻ. പുല്ലിംഗ ഏകവചന പ്രത്യയം ഏതാണ്? പുല്ലിംഗ ഏകവചന പ്രത്യയമാണെന്നാണ് ചോദ്യം. ഓക്കെ, കിട്ടിക്കാണുമല്ലോ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി അന്നാണല്ലേ, അൻ അൻ. ഓക്കെ, അവൻ ഇവൻ എന്നൊക്കെ പറയത്തില്ലേ? ക്ലിയർ ആണല്ലോ, ശരി. അടുത്ത് 33 ചോദ്യം, നപുംസക ലിംഗത്തിന് ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദ്യം. നപുംസക ലിംഗത്തിന് ഉദാഹരണം അല്ലാതെ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ഗ്രാമീണറാണ്, ഓപ്ഷൻ സി ഗ്രാമീണറാണ്. ഓക്കെ, ഗ്രാമീണർ നപുംസക, കാരണം വെച്ച് കഴിഞ്ഞാല് കേട്ടോ, ഗ്രാമീണർ അത് സ്ത്രീയും പുരുഷനും വരും, അവിടെ നപുംസക ലിംഗം അല്ല. മറ്റത് ഈ കല്ല്, മരം, പാലല്ല പാലം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നപുംസക ലിംഗം. ലിംഗം ഇല്ലാത്തതാണ് നമ്മളത് പറയുന്നത് കേട്ടാ. ഗ്രാമീണർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയും പുരുഷനും വരത്തില്ലേ, ആ സ്ത്രീലിംഗവും പുരുഷനും അതൊക്കെ വരും. ഇപ്പൊ ലിംഗം ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നപുംസക ലിംഗം എന്ന് പറയുന്നത്, ഓർത്തിരിക്കണേ. ഓക്കെ, അടുത്ത് ഗൃഹസ്ഥൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എഴുതാന്ന് പറയുന്നത്. ഗൃഹസ്ഥൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്, ഡിഗ്രി ലെവൽ പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, കിട്ടിക്കാണല്ലോ, കമന്റ് ചെയ്തേ. പിള്ളേരെ ഗൃഹിണിയാണ് ആൻസർ അവിടെ അല്ലേ? ഓക്കെ, ശരി. അപ്പോഴും 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എടാ, ഇതുപോലത്തെ മിനി വർക്കൗട്ടുകൾ വേണോ നിങ്ങൾക്ക്? മിനി മോക്ക് ടെസ്റ്റുകൾ വേണോ? ഞാനിത് മോഡൽ ക്വസ്റ്റ്യൻ അധികം നടത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് മാത്രമേ എടുക്കാവൂ. ഇതിൽ കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് കൂടിയാലും കുറഞ്ഞാലും, കൂടിയാൽ സന്തോഷിക്കാനോ കുറഞ്ഞാലും വിഷമിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒരു പ്രാക്ടീസ്, നമ്മൾ ജസ്റ്റ് ഒരു പ്രാക്ടീസ് കേട്ടോ, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ രീതിയിൽ മാത്രമേ ഇത് കാണാവൂ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മാർക്കുകൾ നോക്കാം. ഓക്കെ, കമന്റിലേക്ക് പോട്ടെ.